എൻ്റെ അമ്മയൊരു ഞണ്ടൊലത്തുണ്ട് കേട്ടോ. അതാ ഇതുപോലെ ഉപ്പിലൊക്കെ ഞണ്ട് പറ്റിച്ചിട്ട് ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച്, അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടിയും മൂപ്പിച്ച്, അങ്ങനെ ഒരു വർത്താനുണ്ട് കേട്ടോ, എല്ലാം മൂപ്പിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഞണ്ടൊലത്താണ് ഇത്. ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് നല്ല ചാറൊന്നും ഇല്ലാണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആയാലും കഴിക്കാൻ നല്ല രസമായിട്ടാ. പിന്നെ ഇതുപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടിയിലിട്ട് വടിച്ചെന്നുള്ളതാണ് അതിലും വലിയ മുഖ്യം. ആ ചട്ടി എന്തായാലും ഞാൻ വേസ്റ്റ് ആക്കാറില്ല കേട്ടോ. എപ്പോൾ എന്ത് ഞണ്ട് ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് സ്പെഷ്യലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ചട്ടിയിലിട്ട് വടിക്കും. എന്നാലും എനിക്കൊരു തൃപ്തി ആവുള്ളൂ. നല്ല കഴമ്പൊക്കെയുള്ള നല്ല ഞണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ തോടൊക്കെ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ ഇന്നെന്തോ ഒരു പൂതി ഇതുപോലെ ഒന്ന് ആക്കി കഴിക്കണമെന്ന്. ഒരുപാട് മസാലകളൊന്നുമില്ല, നമ്മളെ സാധാ ഒരു മുളക് പൊടി മഞ്ഞപ്പൊടി ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഉരുള ഞാൻ അങ്ങനെ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഞണ്ടും എടുത്തിട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ട്. ഞണ്ടിൻ്റെ തോട് കളയുന്നവർക്ക് അതുപോലെ ഒന്ന് കടിച്ചൊക്കെ അതിൻ്റെ നീരൊക്കെ എടുത്തതിന് ശേഷം നമ്മളെ കരിമ്പിൻ്റെ ഒക്കെ തോട് കളയുന്ന പോലെ അങ്ങോട്ട് കളയാട്ടോ. അപ്പോൾ തെറ്റാ.